രാജഭരണകാലത്ത് ശത്രുരാജാവിൻ്റെ ശക്തി ക്ഷയിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ ആരാധനാമൂർത്തിയുടെ ശക്തി ക്ഷയിപ്പിക്കുക എന്നൊരു തന്ത്രമുണ്ടായിരുന്നു. വിഗ്രഹങ്ങൾ കടത്തിക്കൊണ്ടുപോകുക, ക്ഷേത്രം തകർക്കുകയോ മലിനമാക്കുകയോ ചെയ്യുക, പൂജ മുടക്കുക എന്നിങ്ങനെ. ക്ഷേത്രങ്ങളാണ് ഒരു നാടിൻ്റെ കരുത്ത് എന്ന് വിശ്വസിക്കപ്പെട്ടിരുന്ന കാലമായിരുന്നു അത്. കാണാം ദീപാരാധന കാഴ്ചകൾ. കേരളോൽപ്പത്തിക്ക് ശേഷം പരശുരാമൻ കേരളത്തിലുടനീളം അമ്പലങ്ങൾ നിർമ്മിച്ചതായും കടലോരങ്ങളിൽ ദേവീക്ഷേത്രങ്ങളും മലയോരങ്ങളിൽ ശാസ്താക്ഷേത്രങ്ങളും ഉണ്ടായത് അങ്ങനെയാണ് എന്നുമാണ് വിശ്വാസം. എന്നാൽ കാലക്രമത്തിൽ ദേശഭേദങ്ങളില്ലാതെ ഭക്തരുടെ ആവശ്യപ്രകാരം എല്ലാ പ്രദേശങ്ങളിലും ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടു. ബുദ്ധമതം കേരളത്തിൽ വ്യാപകമായി പ്രചരിക്കപ്പെട്ട കാലത്ത് മലയോരങ്ങളിലും കടൽത്തീരങ്ങളിലുമെല്ലാം ബുദ്ധമത വിഹാരങ്ങൾ രൂപം കൊണ്ടു. കാലാന്തരത്തിൽ ബുദ്ധമതം ക്ഷയിച്ചതോടെ ഈ വിഹാരങ്ങളിൽ പലതും ഹൈന്ദവ ക്ഷേത്രങ്ങളായി മാറിയെന്നാണ് ചരിത്രകാരന്മാരുടെ നിഗമനം. തത്വമസിയുടെ സത്യദീപ്തിയിലുള്ള ഉണരേണം, പുണ്യമലയുടെ ധ്യാന നീലിമ മനസ്സിൽ നിറയേണം. ഇന്ന് കേരളത്തിന്റെ കടൽത്തീരങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രങ്ങളിൽ ചിലതെങ്കിലും ബുദ്ധവിഹാരങ്ങളുടെ പരിഷ്കൃത രൂപമാണ്. ബുദ്ധമത കാലഘട്ടത്തിന് ശേഷം നിർമ്മിക്കപ്പെട്ട പല ഹൈന്ദവ ക്ഷേത്രങ്ങളും കേരളീയ വാസ്തു മാതൃകയിൽ നിന്ന് വിട്ടുമാറി ബൗദ്ധ പാരമ്പര്യത്തെ അവലംബിച്ച് നിർമ്മിച്ചവയാണ് എന്നതാണ് രസകരമായ വസ്തുത. ഇത് കൊച്ചി തുറമുഖവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വെല്ലിംഗ്ടൺ ഐലൻഡ്. പരമാനന്ദമുദാരശീലം ഭാവയപ്പം ബാബാലം. വേമ്പനാട്ട് കായലാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ദ്വീപിന് 780 ഏക്കർ വിസ്തൃതിയുണ്ട്. ഇന്ത്യയിലെ മനുഷ്യനിർമ്മിതമായ ഏറ്റവും വലിയ ദ്വീപാണിത്. 1920 മുതൽ 1929 വരെ നടന്ന പ്രവർത്തനങ്ങളുടെ ഫലമായാണ് ഈ ദ്വീപ് രൂപം കൊണ്ടത്. വലിയ കപ്പലുകൾ കടക്കാൻ പാകത്തിന് കടൽ ആഴം കൂട്ടുന്നതിന്റെ ഭാഗമായി നീക്കം ചെയ്ത മണ്ണ് നിക്ഷേപിച്ച് നിർമ്മിച്ച ദ്വീപാണിത്. ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്ന വെല്ലിംഗ്ടൺ പ്രഭുവിന്റെ നാമത്തിൽ അറിയപ്പെടുന്ന ഈ ദ്വീപിൽ താമസിക്കുന്ന ഭൂരിപക്ഷം ജനങ്ങളും തുറമുഖവുമായോ അതുമായി ബന്ധപ്പെട്ട സർക്കാർ സ്ഥാപനങ്ങളുമായോ ബന്ധമുള്ളവരാണ്. ഇവിടെയാണ് വെല്ലിംഗ്ടൺ ദ്വീപ് ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശക്രാദിദേവഗണ വന്ദിത ചരണം ശങ്കരാത്മജം വൈരമാലാഭരണം. 1930 ക്ഷേത്ര നിർമ്മിതിയും പ്രതിഷ്ഠയും നടന്നത് എന്നാണ് വിശ്വാസം. തികച്ചും ലളിതമായ ഘടനയുള്ള ഈ ക്ഷേത്രത്തിൽ ഒരു മഹാക്ഷേത്രത്തിന്റെ ഭാഗങ്ങളൊന്നും നമുക്ക് കണ്ടെത്താനാകില്ല. എന്നാൽ ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിതമായ വിഗ്രഹത്തോട് സാദൃശ്യമുള്ളതും പഞ്ചലോഹത്താൽ നിർമ്മിതവുമായ വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. കുളിരം വിളി തൊഴുമേ തവ മുഖമുജ്വലദീപ്തം തളിർമാലകൾ വാഴ്ത്തും തവ ചരണാമൃത സൂക്തം. വെല്ലിംഗ്ടൺ ഐലൻഡ് അയ്യപ്പ ക്ഷേത്രം സ്ഥാപിതമായത് 1930 വർഷത്തിലാണ്. ഈ വെല്ലിംഗ്ടൺ ഐലൻഡ് നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിതമായ ഐലൻഡുകൾ ഏറ്റവും വലിയ ഐലൻഡാണ്. ഇത് 4 വശത്തും വേമ്പനാട് കായലാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഐലൻഡിൽ
നിർമ്മിതമായ ഒരു അയ്യപ്പ ക്ഷേത്രമാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അറിവോടെ അറിയാതെ വന്ന പിഴകൾക്ക് അറിവില്ല പൈതലേ മാപ്പാക്കണം. ചതുരാകൃതിയിലുള്ള ശ്രീകോവിലും നമസ്കാര മണ്ഡപവും ചുറ്റുമതിലും ഒരു കമാനവും കൊടിമരവും അടങ്ങുന്നതാണ് ഈ ക്ഷേത്രം. ശ്രീഭൂതനാഥനേ ശരണം, ശ്രീനാഥഭൂതനേ ശരണം, വേദാന്ത വേദ്യനേ ഏകാന്തവാസനേ ആനന്ദ ചിത്തനേ ശരണം. ശബരിമലയിലെ ക്ഷേത്രം വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നുവെങ്കിൽ ഇവിടം ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. വാടാത്തൊരു വസന്തമല്ലേ കപ്പു പോലെ എൻ്റെ ഇളമനസിൽ തേനി നിൽക്കും അയ്യപ്പ, പാണോടും പമ്പയിലെ ഓളം പോൽ നാം പാടുന്നേ തേടുന്നേ അയ്യപ്പ. എല്ലാ മണ്ഡലകാലത്തും അയ്യപ്പന്മാർ ശബരിമലയിലേക്ക് പോകുന്ന വഴി ഇവിടെ ഒരു ഇടത്താവളമായിട്ട് കൂടി നമ്മളുടെ ഈ ക്ഷേത്ര പരിസരം ഉപയോഗിച്ചു വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ശബരിമലയിലെ എല്ലാ മേൽശാന്തിമാരും അവിടെ ചുമതല ഏൽക്കുന്നതിന് മുമ്പായിട്ട് ഇവിടെ വന്നിട്ട് അയ്യപ്പനെ കണ്ട് തൊഴുതു പോകുന്ന ഒരു പതിവുണ്ട്. അയ്യപ്പൻ വാഴുന്ന പൂങ്കാവനം, ആത്മീയ ചൈതന്യ വൃന്ദാവനം. ദ്വീപ് മനുഷ്യനിർമ്മിതമായതിനാലും ആരാധകർ ഉദ്യോഗസ്ഥ വൃന്ദമായതിനാലും അതിപ്രാചീനതയോ ഐതിഹ്യങ്ങളുടെ പിൻബലമോ ഇല്ല. എങ്കിലും വിശ്വാസത്തിന്റെ ദൃഢമായ അസ്ഥിവാരത്തിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ക്രിസ്റ്റോസ് ആയപ്പോൾ വില്ലിംഗ്ടൺ ഐലൻഡ് ഒന്ന് മണ്ണെടുത്തിട്ടുണ്ടായതാണ്. അന്ന് സംഭവിച്ചിട്ടുള്ള ജീവികൾക്ക് വരെ മരണം സംഭവിച്ചിട്ടുണ്ട്. അതിന് പരിഹാരമായിട്ട് പ്രശ്നം വെച്ചിട്ട് അവർക്കുണ്ടായ ദേഹവിയോഗത്തിലൊക്കെ അവരുടെയൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരമായിട്ട് സഹസ്രകലശം നടത്തിയതാണ്. ലക്ഷ്മി ദേവിയുടെ ചിത്രത്തോടു കൂടിയ കമാനവും മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും ഈ ക്ഷേത്രത്തെ തികച്ചും വ്യത്യസ്തമാക്കുന്നു. ഇവിടെ ഗണപതി, മുരുകൻ, ഭഗവതി എന്നിങ്ങനെ 3 ഉപദേവതകളും നമ്മുടെ ക്ഷേത്രത്തിലുണ്ട്. ശബരിഗിരിയുടെ താഴ്വരയിൽ ശുഭപമ്പാ നദി തൻ തിരുക്കരയിൽ. പക്ഷെ എപ്പോൾ വന്നാലും ഇവിടെ വന്നിട്ട് പോകുമ്പോൾ തന്നെ മനത് ഭയങ്കര ശാന്തമായിട്ട് ഉണ്ടാവും. ഈ ഒരു അയ്യപ്പൻ്റെ അനുഗ്രഹമായിട്ട് ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല ഇവിടെ തന്നെ എത്തുമെന്ന്. അയ്യപ്പനാ ഞങ്ങളുടെ ഈ ഐലൻഡിൽ എത്തിയിട്ടുണ്ട്. ലാണ് ക്ഷേത്രത്തിന്റെ പുനഃപ്രതിഷ്ഠ നടന്നത്. ധനുമാസത്തിലെ ഉത്രം നാളുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ഉത്സവം നടത്തിവരുന്നത്. ധനുമാസത്തിലെ ഉത്രത്തിന് 6 നാൾ മുൻപ് സർവൈശ്വര്യ പൂജയോടെ കൊടിയേറുന്നു. ഒരു ദ്വീപിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഉത്സവം വിപുലമായി ആഘോഷിക്കപ്പെടുന്നു. ഒരു മാസത്തിലെ ഉത്രത്തിലാണ് നമ്മുടെ ഭഗവാന്റെ ആറാട്ട് ദിവസത്തിൻ്റെ അവിടുന്ന് പിന്നിലോട്ട് 6 ദിവസമാണ് നമ്മൾ ഉത്സവത്തിനായിട്ട് തിരഞ്ഞെടുക്കാറുള്ളത്. ഈ വർഷത്തെ ഉത്സവം ജനുവരി മാസം 4-ാം തീയതി ആരംഭിക്കുകയാണ്. കൊടിയേറ്റത്തോടുകൂടി ആരംഭിക്കുകയാണ്. ഉത്രം ആറാട്ടോടുകൂടി അവസാനിക്കുകയും ചെയ്യുന്നു. തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി, തിരുവിളക്കിൻ കതിരൊളിയിൽ കുടിയിരിക്കും സ്വാമി. അയ്യപ്പ സ്വാമി, അയ്യപ്പ സ്വാമി. വിഷ്ണുവും നീ, ശിവനും നീ, ശ്രീ മുരുകനും നീ, പരാശക്തിയും നീ, ബുദ്ധനും നീ, അയ്യപ്പ സ്വാമി. വിഷ്ണുവും നീ, ശിവനും നീ, ശ്രീ മുരുകനും നീ, പരാശക്തിയും നീ, ബുദ്ധനും നീ, അയ്യപ്പ സ്വാമി.
വിദധീശ്വരം ആരാധ്യ പാദുകം. ജലാശയത്തിന് നടുവിൽ ഒരു വലിയ വള്ളം കണക്കെ കിടക്കുന്ന ഒരു ചെറിയ പ്രദേശത്ത് സംസാരവാരിധി മുറിച്ചു കടക്കാൻ ഒരുക്കിവച്ച തോണിയിലെ അമരക്കാരനായി ശ്രീ അയ്യപ്പൻ ഇവിടെ വിരാജിക്കുന്നു. സ്വാമിയേ ശരണമയ്യപ്പ. ശരണമയ്യപ്പ.